ഹലോ ഗൈസ്, ജോഫ്ലോന്റെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗൈസ്, നമുക്ക് അത്ര സന്തോഷത്തിൽ വീഡിയോ എടുക്കാൻ പറ്റിയൊരു സമയമല്ല കേട്ടോ. എന്നാലും ഞങ്ങളങ്ങ് എടുക്കുന്നേ ഉള്ളൂ. വല്ലാത്തൊരു മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും പ്രശ്നം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ അവസ്ഥയാണെങ്കിൽ ഭയങ്കര ഭീകരമാണ്. കാരണം പിള്ളേർക്ക് എല്ലാത്തിനും പനിയാ അല്ലേ. തക്കിരിക്കാണ് പനിക്കുന്നു, കുന്നരയും തക്കളും ഇതുവരെ എണീറ്റിട്ടില്ല, രണ്ടാളും പനിച്ച് കിടക്കുവാണ്. പുറമേ ആണെങ്കിൽ ഭയങ്കര മഴ. നിങ്ങൾക്കറിയാം, ഉണ്ടോസിന്റെ വീടിന്റെ അടുത്താണ് നമ്മുടെ റാന്നി എന്നൊക്കെ പറഞ്ഞ സ്ഥലം കേട്ടോ. റാന്നിയൊക്കെ വെള്ളത്തിന്റെ അടിയിലായി. കാഞ്ഞിരപ്പള്ളി റാന്നിയൊക്കെ ഉണ്ടോസിന്റെ വീടിന്റെ അടുത്താണ്. അപ്പൊ ഞാൻ അവിടെയുള്ള എനിക്ക് നമ്മൾ യൂട്യൂബിനെ സർവീസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേരെ നമ്മളിങ്ങനെ വിളിക്കാം. ഒരുപാട് മറ്റേ ജില്ലകളിലുള്ള ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇടുക്കിയിലൊക്കെ ഉള്ള ചേട്ടന്മാരെയൊക്കെ വിളിച്ചപ്പം നമ്മുടെ വിരിച്ചേട്ടനൊക്കെ വിളിച്ചായിരുന്നു അല്ലേ. വിളിച്ചു പോകുന്ന സമയത്ത് എല്ലായിടത്തും ഭയങ്കര പ്രശ്നത്തിനാണുള്ളത്. നമ്മുടെ ഇവിടെയും പ്രശ്നം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ പുറകു സൈഡ് ഭയങ്കര കയ്യാലയാണ്. അതിങ്ങനെ ഇടിഞ്ഞില്ല പറഞ്ഞ് നിൽക്കുവാണ്. ചെറിയ ഭാഗങ്ങളൊക്കെ ഇടിയുന്നുണ്ട്. അപ്പോൾ നമുക്കും പേടി തന്നെയാണ്. നമ്മളാ കുഞ്ഞ് ഷെഡ് വെച്ച സമയത്ത് നമുക്ക് അതിൻ്റെതായ പ്രശ്നങ്ങൾ. ഇപ്പം വലിയ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ അതിൻ്റെ പുറകിൽ ഭയങ്കര കറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരുപാട് പേര് വീഡിയോ കാണുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യലുണ്ട്. നമ്മുടെ പുറകിലത്തെ ആ ഒരു തിണ്ട് നിങ്ങൾക്കത് ഭീഷണിയല്ലേ, പ്രശ്നമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇപ്പം എന്തൊക്കെ ഇവിടുത്തെ അവസ്ഥ എന്നുള്ളത്. ഇപ്പോൾ കഴിച്ചു കേട്ടോ, പുറമെ നല്ല മഴയാണ് കേട്ടോ. ഇന്നലെ രാത്രി മൊത്തം മഴയായിരുന്നു. നമ്മുടെ ഇവിടെ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കില്ല, അങ്ങനെ ഒരു ഉപകാരമുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ചെരിഞ്ഞ് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് വെള്ളം കെട്ടിക്കിടന്നിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ ഇവിടെ ഫുള്ള് വെള്ളം നാശമായി കിടക്കുവാണ്. പിന്നെ ഇവിടുത്തെ നമുക്ക് ഇതുവരെ പ്രശ്നം വെച്ചാൽ നമ്മുടെ പുറകിൽ തിണ്ടിൻ്റെ അവിടെ ഭയങ്കര കയ്യാലയാണ് കേട്ടോ. ഇതുണ്ടോ, ഇവിടെ പകുതി ഇടിഞ്ഞ് നിൽക്കുകയാണ്. കാർ ഇങ്ങോട്ട് മാറ്റിയിടാൻ സ്ഥലമില്ല സത്യം പറഞ്ഞാൽ. അതുകൊണ്ടാണ് അവിടെ ഇട്ടേക്കണം കേട്ടോ. ഇത് കണ്ടോ, ഈ റബ്ബറിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ ആ തിണ്ടിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകണ്ടുണ്ട്. ഞാൻ അപ്പുറത്തെ സൈഡിൽ നിന്ന് കാണിച്ചു തരാം. തക്കിരി എണീറ്റ് ഇവിടെ ഇങ്ങനെ കുത്തിരിപ്പുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ മഴക്കാലമായി കഴിഞ്ഞാൽ എല്ലാവർക്കും പേടിയുള്ളൊരു സമയമാണ്. പക്ഷെ നമ്മുടെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്. ഈ ഒരു കയ്യാലെയാണ് നമ്മുടെ പേടി എന്ന് പറയുന്നത് കേട്ടോ. ഇത് കണ്ടോ, ഈ ഒരു കയ്യാല വല്ലാത്തൊരു പേടിപ്പെടുത്തുന്നൊരു സംഭവമാണ് കേട്ടോ. ഇത്രയും ഹൈറ്റ് ഉള്ളതാണ്. ഇവിടെയൊന്നും വെറുതെ പ്രശ്നമായിട്ടൊന്നും കാണുന്നില്ല. പക്ഷെ ഇവിടെ കണ്ടോ, നമ്മുടെ ആ ഒരു റബ്ബറിൻ്റെ വേര് അടിഭാഗം വരെയും കാണാം. അതുപോലെ മൊത്തം ഇടിഞ്ഞിങ്ങ് പോകുന്നു കേട്ടോ. പണി കിട്ടിയാൽ പണിയാവുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ വണ്ടീൻ്റെ മണ്ടയ്ക്ക് വന്ന് വീഴും അവിടെ നിങ്ങോട്ട്. പക്ഷെ അവിടെ നിങ്ങൾ ഇടിഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം കൂടെ കട്ടിങ് പോരും അല്ലേ ഉണ്ട് സേ. അവിടെ ഇടിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും കൂടെ അത് കണ്ടോ മൊത്തം പ്ലാസ്റ്റിക് ഇട്ട് പൊത്തി വെച്ചേക്കുവാണ്. നമുക്ക് വേറെ രക്ഷയില്ല. കാരണം ഇത് ഇടിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് വേറെ എവിടെയും പോകാൻ സ്ഥലമില്ല. നമ്മുടെ സ്ഥലം ഇത് തന്നെയേ ഉള്ളൂ കേട്ടോ. വല്ലാത്തൊരു അവസ്ഥയിലാണുള്ളത്. സത്യം പറഞ്ഞാൽ പേടിയുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഭയങ്കര ഹൈറ്റാണ്. നമ്മുടെ ഈ ഒരു മഴക്കാലത്തെ അവസ്ഥ പേടിപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചത് മാത്രമേ ഉള്ളൂ. എല്ലാവരും സുരക്ഷിതരായിട്ട് പരമാവധി. പിന്നെ ഈ ആരോഗ്യ പ്രവർത്തകർ ഇവര് മറ്റേ ഓഫീസേഴ്സൊക്കെ പറയുന്ന കേട്ടിട്ട് എങ്ങോട്ടേലൊക്കെ മാറേണ്ടതാണെങ്കിൽ മാറണം അല്ലേ. ചില ആൾക്കാരുണ്ട് ഈ ഒരു അവസ്ഥ വരുന്ന സമയത്ത് ഉരുളുപൊട്ടാനുള്ള അവസ്ഥയാണ്. എൻ്റെ വീട്ടിൽ ഞാൻ പോകില്ല എന്നൊക്കെ പറഞ്ഞ് കുത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇന്ന് തന്നെ നമ്മള് അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അത് നമുക്ക് അവർ പറയുന്ന പോലെ കേൾക്കണം. അല്ലെങ്കിൽ അത് മുന്നോട്ട് വരുന്ന സമയത്ത് പ്രശ്നം വരും. അപ്പോൾ മാറേണ്ട സ്ഥലങ്ങളാണെങ്കിൽ നമ്മുടെ വീട് കൂടിയെന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ പ്രശ്നമാവും. ജീവനാണ് ഏറ്റവും വലുത് അല്ലേ. അപ്പം അങ്ങനെ ഒരു പറയുന്ന പോലെ മാറണം. ഇപ്പം എന്തും ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പറയാനുള്ളത്. തക്കുടു എണീറ്റ് വന്നു കേട്ടോ. തക്കുടൂലും പനിയാണ് കേട്ടോ. എല്ലാവർക്കും പനിയാണ്. അതിൻ്റെ ഇടയ്ക്ക് യൂട്യൂബിൽ നിന്ന് ചെറിയൊരു തുച്ഛമായ വരുമാനം കിട്ടി അല്ലേ. ചെറിയൊരു വരുമാനം കിട്ടി. അതാണെങ്കിൽ വണ്ടി കൊണ്ടുപോയി കേടായിട്ട് അതിന് കൊണ്ടുപോയി കൊടുത്തിട്ട് പോകും. കിട്ടിയത് പപ്പാനെ കൊണ്ട് മെഡിക്കൽ കോളേജിലായിരുന്നു. അപ്പോൾ മെഡിക്കൽ കോളേജിൽ പോയ സമയത്ത് പോയ വഴിക്ക് തന്നെ പുതിയ വണ്ടി അതിൻ്റെ ഡയനാമോ അടിച്ചു പോയി. ആ യൂട്യൂബിൽ കിട്ടിയ പൈസ അതേപോലെ തന്നെ അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ട് പോയി. 2-3 മാസം കൂടെ നമുക്ക് യൂട്യൂബ് വരുമാനം കിട്ടും. ആ പൈസ അത് അവിടെ കൊണ്ടുപോയി പൊടിച്ചിട്ടു. മൊത്തത്തിൽ കാലക്കേട് പിടിച്ച സമയമാണ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഈ മഴക്കാലം. അപ്പോൾ എന്തായാലും നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഇട്ടു. അതുകൊണ്ടാണ് ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടൂസ് ഉണ്ടാക്കണം. കറണ്ട് എന്തായാലും ഇതുവരെ പോയിട്ടില്ല ഉണ്ടൂസേ. കറണ്ട് എന്തായാലും ഉണ്ട്. അതൊരു വലിയ ഭാഗ്യം. കാരണം എനിക്ക് ഇതിലൊക്കെ വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാനും എല്ലാത്തിനും കറണ്ട് വേണം. പുന്നര ഇതുവരെ എണീറ്റില്ല കേട്ടോ. പുന്നു ഇതുവരെ എല്ലാം കിടന്നുറങ്ങുവാണ്. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ കാര്യങ്ങൾ. വേറൊന്നും പറയാനില്ല. പുറത്തോട്ട് ഞങ്ങൾ കുറച്ച് കാട് തെളിയും പരിപാടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. റബ്ബർ വെട്ടാൻ പറ്റുന്നില്ല ഈ മഴയത്ത്.
പിന്നെ കാടുതളി എടുത്തിട്ടുണ്ട്, അത് തെളിക്കാൻ പറ്റുന്നില്ല. മൊത്തം പ്രശ്നമാണ്. പിന്നെ നമ്മൾ ഒരു ആശ്വാസം, മറ്റുള്ള ചില ആൾക്കാരുടെ വീടിനുള്ളിൽ ഫുള്ള് വെള്ളമാണ്, ഉരുള് പൊട്ടി ആൾക്കാർ മരിക്കും. നമുക്കത് വെച്ചൊക്കെ നോക്കുമ്പോൾ നമുക്ക് യാതൊരു പ്രശ്നം ഇവിടെ ഇല്ല. ഈ ഒരു പേടി മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഗൈസ് അടുത്ത ദിവസം വീഡിയോ കാണാം.